അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാം പറയണം, എല്ലാം പറയാ, പത്രത്തിൽ അടിക്കണ പോലെ. നമ്മുടെയൊക്കെ ഇബാദത്ത് എങ്ങനെ? നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ അല്ലാഹുവിനോട് പറയും, പടച്ചോനെ ഇന്ന സലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ. എല്ലാം നിനക്കാ അല്ലാഹ്, എല്ലാം നിനക്കാ അല്ലാഹ്, സർവ്വതും നിനക്കാ അല്ലാഹ്. പടച്ചോനെ കൈകെട്ടുമ്പോൾ പറയാ, നീയാണ് എൻ്റെ റബ്ബ്, നീയാണ് എൻ്റെ റബ്ബല്ല, എൻ്റെ സർവ്വതും നിനക്കാ. നിസ്കരിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് കമ്മിറ്റിക്കാരന്മാർ ഭയങ്കര സാധനമാടാ തിന്നിട്ട് ഇറങ്ങി പോകുന്നവരാ നമ്മൾ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ജീവിതത്തിൽ ആരും അറിയാത്ത ഒരു രഹസ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു വെക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വന്തം ഭാര്യ, ആ ചെറുപ്പക്കാരൻ അള്ളാഹുവിനോട് ചോദിക്കുക, പടച്ചോനെ എനിക്ക് എൻ്റെ ഭാര്യയെ നോക്കുമ്പോൾ മാത്രമേ നിങ്ങൾ പഠിച്ചു വെച്ചോ. നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ദുശീലമാണ് മറ്റുള്ള നമുക്ക് നമ്മുടെ ഭാര്യയ്ക്ക് എത്ര സൗന്ദര്യമുണ്ടെങ്കിലും നമുക്കതറിയില്ല. എന്നാ അടുത്ത വീട്ടിലെ അബൂബക്കറിന്റെ പെണ്ണുമ്പിള്ളയെ കാണുമ്പോൾ എന്തൊക്കെയായില്ലേ. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ഒരാണിനും അറിയില്ല. എന്നാ അയൽവാസി ഇവിടെ സ്വന്തം പെണ്ണും നമ്മളെ ചോദിക്കാറുണ്ട്, ഒരു പഴഞ്ചൊല്ല് തന്നെ ചോദിക്കാറുണ്ട്. എന്താപ്പാ ഒരു പഴഞ്ചൊല്ല് തന്നെ, വീട്ടിൽ എന്തോ വെച്ചിട്ട് എന്തോ ചോദിക്കാറുണ്ട്, എന്തോ ഓർമ്മ വരണില്ല. നമ്മുടെ ഭാര്യയുടെ സൗന്ദര്യം നമുക്കറിയില്ല. നമ്മളെന്ത് വല്ലവന്റെ അപ്പുറത്തവന്റെ പെണ്ണുമ്പിള്ള അവിടെ നിന്ന് എന്തായില്ല ഇങ്ങനെ നോക്കി ചിരിയ കളിയൊക്കെ. സ്വന്തം ഭാര്യയുടെ ഗ്ലാമർ അറിയണമെങ്കിൽ അടുത്തവന്റെ വീട്ടിൽ പോയി നിന്ന് ഇക്കരയിലോട്ട് നോക്കണം, അപ്പോൾ അറിയാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം അറിയണമെങ്കിൽ ഒരു ദിവസം അപ്പുറത്തെ വീട്ടിൽ പോയി മതിലിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഇക്കരയിലോട്ട് നോക്കണം, അപ്പം അറിയാം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം അറിയണമെങ്കിൽ ലോകത്തുള്ള വേറെ ഏത് പെണ്ണിന്റെ മുഖത്ത് നോക്കിയാലും നമുക്കൊന്നും തോന്നൂല. സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവൾ എൻ്റെ ഭാര്യയാണ് എന്ന് തോന്നണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്യോ? ലോകത്തുള്ള ഇനി ഐശ്വര്യറായാകട്ടെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണിന്റെ മുഖത്ത് നോക്കിയാലും നമുക്കൊന്നും തോന്നൂല. അതെന്തോ ഒരു മരക്കഷ്ണം അവിടെ നിൽക്കണ പോലെ, ഒരു റബ്ബർ നിൽക്കണായിട്ട് തോന്നും, അത്രയേ ഉള്ളൂ. എന്നാൽ നമ്മുടെ ഭാര്യയുടെ മുഖത്ത് നോക്കിയാലോ അതൊരു നല്ല ചന്ദനമായിട്ട് തന്നെ തോന്നും. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അങ്ങനെ ആകണമെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ചെയ്യോ? ഇൻഷാ അള്ളാഹ്ക്ക് പവറില്ല, അതുകൊണ്ട് വേണ്ട. ചില കാര്യങ്ങൾ അങ്ങനെ ചോദിച്ച ഉടനെ ചെയ്തോണം. ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തോ കാര്യം പറഞ്ഞപ്പോൾ ഒരു സഹാബി പറഞ്ഞു, നബിയെ നിനക്ക് സ്വർഗം വേണം. സ്വർഗം വേണം. ശരി, നിനക്ക് അള്ളാഹു സ്വർഗം തന്നിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഒരാൾ വന്നിട്ട്, നബി എനിക്കിവിടെ ആ ചങ്ങാതി കൊണ്ടുപോയെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞത്? ചില സമയം എങ്ങനെ ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തോണ്ട് പറഞ്ഞു, നബിയെ നിനക്ക് സ്വർഗം കിട്ടാൻ ദുആ ചെയ്യും, അള്ളാഹു നിനക്ക് സ്വർഗം നൽകട്ടെ. പഠിച്ചോൻ ദുആ ചെയ്തു അല്ലേ. ഇത് കേട്ടപ്പോൾ അപ്പുറത്തിരുന്നൊരു സഹാബി ഓടി വന്നിട്ട്, നബി എനിക്കൂടെ ദുആ ചെയ്യും. ആ ചങ്ങാതി കൊണ്ടുപോയി സ്വർഗം. കഴിഞ്ഞു, പൊക്കോ, അസ്സലാമു അലൈക്കും തന്നെ. ആ ഇൻഷാ അല്ലാഹ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ പറഞ്ഞേനെ. ആ ഇൻഷാ അല്ലാഹ് പറയാൻ മടിച്ചത് കൊണ്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അങ്ങനെയായിരുന്നു. അള്ളാഹുവിന് ശുക്ർ ചെയ്യുക. നബി ഇത്രയും വലിയ, അള്ളാഹു നമുക്കറിയാം അള്ളാഹു എത്ര വലിയ പദവി കൊടുത്തു. ഈ പദവി എല്ലാം കൊടുത്തിട്ട് സ്വർഗം തുറക്കുന്നത് പോലും മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ അങ്ങനെ ആയിരുന്നിട്ട് പോലും ആ പ്രവാചകൻ കാല് നീര് കെട്ടുന്ന രീതിയിൽ അവിടുന്ന് ശുക്ർ ചെയ്തു, അള്ളാഹിനോട് നന്ദി രേഖപ്പെടുത്തി. ആ ചെയ്തതിൻ്റെ 4 അംശമെങ്കിലും ആ മുത്തുനബി കിടക്കണ സ്വർഗമാണ് ഞാനും ചോദിക്കുന്നത്, നിങ്ങളും ചോദിക്കുന്നത്. എങ്ങനെ പോകാനാ? അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് അള്ളാഹു നമുക്ക് ചെയ്തുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താനുള്ള ഒരു മനസ്സുണ്ടാകണം. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകനോട് മഹബത്തുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ ജീവിതം പിൻപറ്റണം. അതാ സ്നേഹം, അല്ലാതെ ഇതൊന്നുമല്ല. പ്രവാചകനോടുള്ള യഥാർത്ഥ മഹബത്ത് എന്ന് പറഞ്ഞാൽ, ആ പ്രവാചകനോടുള്ള യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്വലാത്ത് പറയൽ മാത്രമല്ല, മദ്ഹ് പറയൽ മാത്രമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്റെ ജീവിതം കിട്ട് പിൻപറ്റണം. ആ പ്രവാചകനാകണം വലുത്. ആ വെറുതെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയാണോ സഹാബത്ത് സ്നേഹിച്ചത് അതുപോലെ സ്നേഹിക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആമിനു കമാ ആമനന്നാസ്, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു സ്വഹാബത്ത് എങ്ങനെ സ്നേഹിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ സ്വഹാബത്ത് എങ്ങനെയാണോ സ്നേഹിച്ചത് അതുപോലെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. അങ്ങനെ സ്നേഹിക്കുമ്പോഴാ ആ പ്രവാചകനോടുള്ള മഹബത്ത് ഹൃദയത്തിൽ കടന്നു വരിക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ്, മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകനെ കാണാൻ ഒരു ദിവസം പോയി. പനി പിടിച്ച് കിടക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
പ്രവാചകൻ പനി പിടിച്ചിട്ട് കിടക്കുന്നത് കാണാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നുപോയി. പ്രവാചകന്റെ കിടപ്പ് കണ്ടപ്പം അബൂബക്കർ തങ്ങളും കരയാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ പനി പിടിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ സങ്കടം വന്ന് കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി. വീട്ടിൽ കയറിയപ്പോൾ പനിയായി. അബൂബക്കർ തങ്ങളും കിടപ്പിലായി. തൻ്റെ കൂട്ടുകാരനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പനി പിടിച്ചപ്പോൾ ആ പനി വന്നല്ലോ എന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞു വീട്ടിൽ ചെന്നപ്പോൾ അബൂബക്കർ തങ്ങൾക്ക് പനിയായി. അബൂബക്കർ തങ്ങൾ കയറി കിടക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പനി മാറിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ പോയി.